നമ്മുടെ മെൽവിനച്ഛൻ ഇപ്പോൾ തിരുവോണത്തിനെ കുറിച്ച് ചെറിയൊരു ആശംസ നൽകുന്നതാണ്. എന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഓണത്തിൽ ആശംസകൾ. ഓണം ആശംസകൾ. ഓക്കെ, തിരുവോണം. I am really happy to be here in your midst this evening. Onam is also or in English we call it feast of new fruits, new grains. So today as we are celebrating this wonderful day, let us thank God for the food that He is providing us, the rain, and also all the material blessings. Hello. And also I was learned that today also celebrating 25 years of silver jubilee of this association. Hello. Every association has its own goal or purpose, and I am sure this association, Kananaya Association, has achieved its goal in the last 25 years. The seed that was sown 25 years ago has grown, and I am sure it's bearing a lot of fruits, and you are all witness for that. So on behalf of the faithful of the Holy Family Cathedral, I wish you all the best. Happy Thiruonam, and may God bless you and have pleasant evening. Thank you and God bless. നാട്ടിൽ നിന്ന് ചേർന്നിരിക്കുന്ന നമ്മുടെ പേരൻസിനെ ആദരിക്കുകയാണ്. ആദ്യമായി മിസ് ഏലിയാമ കുര്യൻ, മദർ ഓഫ് പ്രിൻസ് മംഗവ്. ഏലിയാമ കുര്യൻ.
തോമസിനെ ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മെൽവിനച്ച, ഈ ആഘോഷത്തിന്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഓണം ആഘോഷിക്കാൻ പോയ നേരെ കാർമൽ സ്കൂളിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം SB കോളേജിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെയാണെന്ന്. വീണ്ടും ഞാൻ ഇവിടെ വന്നു. അപ്പോൾ നിങ്ങളുടെ ഈ യോഗത്തിന്റെ, ഈ ആഘോഷത്തിന്റെ ആരംഭത്തില് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ സിറ്റി പള്ളിയിൽ 5:45 മുതൽ 6:45 വരെ ആരാധനയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരെ എത്താൻ സാധിച്ചില്ല. എല്ലാവർക്കും, ക്രാനായ മക്കൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. സ്നേഹത്തിന്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും ജീവിതം നയിച്ച ഓണം, അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹത്തിന്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും തിരുനാള്. ഈ ഓണാഘോഷത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു തീരാ നഷ്ടമായി പോയേനെ. ഏതായാലും ഞാൻ വേറൊരു സ്ഥലത്തേക്കുള്ള വഴിക്ക് ഇവിടെ കയറി നിങ്ങളെ ഒന്ന് കാണുവാൻ, നിങ്ങൾക്ക് ഓണം ആശംസിക്കുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹം നിറഞ്ഞ ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ഓണം. പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, ഈ വർഷത്തെ നമ്മുടെ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളിലേക്ക് നിങ്ങൾ ഏവരെയും സദയം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പള്ളി പണി കഴിപ്പിച്ചിട്ട് ആഘോഷിക്കുന്ന 24ാമത് പെരുന്നാളാണ് ഇവിടെ നടക്കുന്നത്. ഈ പള്ളിയുടെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ കാണിച്ച താല്പര്യം വളരെ പ്രശംസനീയമാണ്. പലതവണ ഉണ്ടായ കൂട്ടത്തല്ലിലും കത്തിക്കുത്തിലും പലരും കാണിച്ച ഉത്സാഹം എന്റെ ഓർമ്മയിൽ തെളിയുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മസംയമനം പാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് കലാപരിപാടികളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊള്ളുന്നു. എന്താ കുഞ്ഞാടെ പൈലി, ഇപ്രാവശ്യമെങ്കിലും നമുക്കിവിടെ നമ്മുടെ പെരുന്നാള് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തണം കേട്ടോ കുഞ്ഞാണ്. എന്റെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും വൃത്തികേടാക്കി വെച്ചേക്കരുത്. പള്ളിയുടെ കണക്കുപത്രം ഒന്ന് കഴിഞ്ഞോട്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ കാണിച്ചു. എന്റെ പെരുന്നാളിന് ശേഷം എനിക്കൊരു കുർബാന ചെല്ലിക്കാനുണ്ടായിരുന്നല്ലോ. അതിനെന്താ മോനെ, അതിനല്ലേ അച്ഛനും കപ്പിയാരും ഒക്കെ ഉള്ളേ. ആട്ടെ കുഞ്ഞാടെ, നിനക്ക് ഏത് വേണം മകനെ? കളർ വേണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ? കളറോ? അതെന്താ വെച്ചാ കളർ? കുഞ്ഞാടിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലേ. കുഞ്ഞെ, കളറെന്ന് പറഞ്ഞാ അച്ഛനും കന്യാസ്ത്രീമാരും കപ്പ്യാരും ഗായസംഘം ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള അത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനും കപ്പ്യാരും മാത്രം. ഏതാ കളറങ്ങ് ആയിക്കോട്ടെ. ഓ, എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി അച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കോട്ടെ, അതിന് കോട്ടൻ രൂപതയുടെ വൃദ്ധസ്ഥാനത്തിൽ അച്ഛന്മാരും എല്ലാവരും അവരോടെ കാര്യം ചെയ്ത് പറ. ഈ ഫാദർ കിടപ്പില്ലാവർ ചെല്ലണമെങ്കിൽ അത് കളറ് തന്നെ ആയിരിക്കണം. അച്ഛൻ എന്നാ ചെല്ല്, കളറെങ്കിൽ കളർ.